പൂവുണ്ട്, പൂവിളിയുണ്ട്, പുന്നെല്ലിൻ പായസമുണ്ട്, പൂത്തുമ്പിക്കൂട്ടവുമുണ്ട്, ഓണം പൊന്നോണം. നാക്കിലയിൽ സദ്യ വിളമ്പി നാടാകെ പൂക്കളമിട്ട് പുലിമേളം പായുന്നു ഓണം കൊടിപൂരം. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തവണത്തെ ഓണം കുറച്ച് സൈക്കോ ആയാലോ? സൈക്കോ അളിയൻസിനൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. എല്ലാരും ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോയിലേക്ക് തോന്നുന്നത്? സൈക്കോ അളിയൻസിന്റെ സൈക്കോ ചലഞ്ചിലേക്ക് എല്ലാവർക്കും. അപ്പൊ ഈ ഒരു ഇൻട്രോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എങ്ങനെ പോകുന്നു? ശ്രീത്ത ആണല്ലോ ഇതിൽ ലീഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് പോകുന്നത് നിങ്ങളുടെ ഒരു ഓണം വൈബൊക്കെ? ഞങ്ങൾ ഓണം വളരെ മനോഹരമായി തന്നെയാണ് എല്ലാ തവണയും കൊണ്ടുപോകുന്നത്. ഇത്തവണയും ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ നിങ്ങളോടാണ് ഇത്തവണ. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ എന്താണ് ശ്രീത്തിനെ സംബന്ധിച്ച് പേഴ്സണലിയും ഭയങ്കര സ്പെഷ്യൽ ഓണമാണ് അല്ലെ? കുഞ്ഞു വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പൊ അതിന്റെ എല്ലാം പെട്ടെന്നായിരുന്നു. അയ്യോ വൈകുന്നേരം പട്ടിക്കൂട്ടി. അപ്പൊ ഭാര്യയും കുഞ്ഞും വന്നിട്ടുള്ള ആദ്യത്തെ ഓണം അത്ര സ്പെഷ്യൽ ആണ്. എങ്ങനെയാ ഓണം ആഘോഷിക്കാനായിട്ടിരിക്കുന്നത്? അത്തപ്പൂക്കളം, സദ്യ, വടംവലി, ഉറിയടി, ചലഞ്ച് സ്പെഷ്യൽ ചലഞ്ചസ് ഉണ്ടോ ഇത്തവണ? നമ്മള് എനിക്ക് തോന്നുന്നു നമ്മളതൊന്ന് സ്പെഷ്യൽ ഇങ്ങനെ വെറൈറ്റീസ് കൊണ്ടുവരുന്നത്. അത് കൂടുതലും നമ്മള് വലിയതായിട്ട് പറയല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരുന്ന നമ്മുടെ ചാനലാണ്. അതാണല്ലോ ഞങ്ങൾ നിങ്ങളെ തേടി വന്നത്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ കാണാൻ ഇവര് തന്നെ ഇനി എന്താ ചോദിക്കാനുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം Q&A ഒക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അല്ലേ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് തരാനായിട്ട്. പക്ഷെ ഈ അളിയന്മാരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവർക്ക് ഈ ഇന്റർവ്യൂ ഒരു പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓണവിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത ആള് നന്ദോളിനൊക്കെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നോ. പറഞ്ഞോളൂ എങ്ങനെയാണ്, എന്താ പറയണ്ടേന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ നന്ദോളിയും സംസാരം കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതില് കുറച്ച് സംസാരിക്കുന്ന നിതിനളിയനും നന്ദോളിയനുമാണ്. പക്ഷെ ഫാൻസ് കൂടുതലുള്ളത് ഇവരിങ്ങനെ ഇരിക്കുന്നോണ്ടാണ്. ഞാൻ പറയുന്നു ആ മുഖംമൂടി വലിച്ചെറിയൂ പ്ലീസ്. അല്ല, സംസാരിച്ചു കഴിഞ്ഞാൽ ഫാൻസ് ഒക്കെ ചോദിക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നു Q&A ചെയ്തപ്പോഴും ഞാൻ പറയട്ടെ, ഇവര് പറയുന്നത് ഞങ്ങൾ ആ വീഡിയോയിൽ വരുന്നവരല്ല, ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അതല്ല. ശരിക്കും നിങ്ങൾ ആരാണ്? ഓക്കെ, നന്ദോളി പറയും, സംസാരിക്കും. എന്താണ് ഓണം എങ്ങനെയാ സ്പെഷ്യൽ ആക്കുന്നത്? നമ്മളെല്ലാരും കൂടെ നേരത്തെ പോലെ തന്നെ നിങ്ങളുടെ സൈക്കോ അലയൻസ് ഗ്രൂപ്പ് വന്നിട്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രാമത്തെ ഓണം ഇത്? നാലാമത്തെ അപ്പൊ ഗംഭീരമായിട്ടാണ് കഴിഞ്ഞ 3 ഓണം ചെയ്തത്? അല്ലല്ല, ഫസ്റ്റ് രണ്ട് ഓണം പരിതാപകരമായിരുന്നു. പൈസ ഇല്ലായിരുന്നു, വെച്ച് പിടിച്ചിട്ട് ഇപ്പൊ രണ്ടാമത്തെ കൊല്ലമായിട്ടുള്ളൂ. പൈസ ഇല്ലെന്നല്ല, ദയനീയമായിരുന്നു. കമ്പനി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കണ്ണപ്പനും ദാസപ്പനും. കണ്ണപ്പനും സ്പെഷ്യൽ ഓണമാണ് ഇത്തവണ. അതെ അല്ലേ? കല്യാണം പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ കണ്ണപ്പ പറയൂ, വധുവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് പറയൂ. കുറച്ച് പ്രണയത്തിലൊക്കെ ആയിരുന്നു, കുറച്ച് കാലം, കുറച്ച് വർഷം. ഇനിയിപ്പം കല്യാണം സന്തോഷാണ്, ഭയങ്കര സന്തോഷമാണ്. പേരൊന്നും പറഞ്ഞില്ല. പേര് പറയൂ, ഇനി പേരൊക്കെ പറയാലോ. രേഷ്മ. ഹായ്, ഹാപ്പി ഓണം. അത്രേ ഉള്ളൂ. എന്താ പറയേണ്ടത് അറിയത്തില്ല. സന്തോഷം കൊണ്ട് ഭയങ്കര. ചേട്ടനെ കുറിച്ച് തന്നെ പറയാനുള്ളത്? ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം ഇല്ല. അല്ല, നല്ല അഭിപ്രായമാണ്. ക്യാമറ ഒന്ന് മാറ്റുവാണെ പറയാം. നിങ്ങള് 2 ആമ്പിള്ളേരല്ലേ? വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോവാ. അപ്പൊ ആദ്യമായിട്ട് വരുമ്പോ ചേട്ടത്തി വരുന്നതിന്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാണ്? അതോ നിങ്ങളുടെ ഫ്രീഡം ഒക്കെ പോവോ? ഇല്ല, അവളെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്നേട്ടോ. മുറപ്പെണ്ണാണോ? ഓ, ശരി ശരി ശരി. അപ്പൊ നേരത്തെ അറിയാം. അവർക്കറിയായിരുന്നു, എനിക്കറിയത്തില്ല. അല്ല, അവര് സീക്രട്ട് ആയിരുന്നു. കുറച്ചു കാലം മുമ്പാണ് എല്ലാരും അറിയുന്നത്. അതെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നിതിനളിയിലേക്ക് പോവാം. നിതിനളിയിൽ ഇങ്ങനെ എപ്പോഴും അല്ല ഇവിടെ ഒരാളുണ്ട് അല്ലല്ല അവിടെ പോയിട്ട് ഇനി അല്ലല്ല, ഞാൻ ശരിയാ പറഞ്ഞ, ഞാൻ അങ്ങയുടെ ഫാനാ. ചിരി കണ്ടോ? ആ ചിരി പറഞ്ഞ ഒന്ന് ചിരിക്കുക, അത് ചിരിയിലും തുടങ്ങും. പറയോ എന്താ ചെയ്യണ? ബൈ പ്രൊഫഷൻ എന്താ ചെയ്യണ? ഞാന് വെൽഡിംഗ് ആയിരുന്നു. വെൽഡിംഗ് ആയിരുന്നു. ആ, അത് ഗുജറാത്തിലായിരുന്നു, റിലയൻസിന്റെ റിഫൈനറിയിലായിരുന്നു. ഓക്കെ. എന്നിട്ട് അവിടെ ഒരു 2 കൊല്ലമൊക്കെ നിന്നിട്ട് നൈസി നാട്ടിൽ വന്നത്. എന്നിട്ട് ഇപ്പൊ അണ്ണന്മാരുടെ കൂട്ടത്തി. അപ്പൊ എങ്ങനെ അവിടെ പിടിച്ചു നിന്നത്? അവിടെ കുഴപ്പമില്ല. അങ്ങനല്ലേ 2 കൊല്ലം അണ്ണന്മാരൊക്കെ അല്ല ഞങ്ങളോട്ട് വന്നത് പിന്നീടാണ്. പിന്നീടാ വന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു സൈക്കോളജി ടീമിലേക്ക് വന്നത്? അത് കേടി എന്റെ കൂടെ പഠിച്ചത്. ഞങ്ങള് +1 +2 തെറ്റ് നീ ചെയ്തല്ലോ. അല്ല, ഞങ്ങൾ തെറ്റ് പറ്റിയ ബെഞ്ച് അങ്ങനെ ഒരുമിച്ച് പഠിച്ച് ഒരു ബെഞ്ചിലോ? ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് പഠിച്ച വിഷയത്തിന് തോറ്റ്. ഒന്നിച്ച് തോറ്റു ഞങ്ങൾ. എന്നിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും, ഞാൻ വരും, എനിക്ക് കേൾക്കണം അതൊക്കെ. കേടി നേരത്തെ ഇങ്ങനെയാണോ? ഇതിനെക്കാട്ടിയാലും വരും. മിക്കവാറും ചലഞ്ചസിലൊക്കെ ജയിക്കുന്ന ആളാ അല്ലേ? മിക്കവാറും ചില ചലഞ്ചസിലൊക്കെ ഞാൻ കോമഡി ഫണ്ണി ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആണ്, ഭയങ്കര പ്ലസന്റ് ആണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഓണമൊക്കെ എങ്ങനെയാ? ഓണം കുഴപ്പമില്ല. കുഴപ്പമില്ല. വീട്ടിലാരൊക്കെയാ ഉള്ളേ? ഞാനും അമ്മയുണ്ട്. അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണോ മോനിങ്ങനെ? ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലോ, അമ്മ ഫാനാണ്. നന്ദോളും ചെറുതായിട്ട് ജസ്റ്റ് മിസ്സിലിരിക്കുവാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ, നിതിനാണെയും പറയും. ഹായ്. ഇതേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഇവരുടെ കൂടെ? അല്ല, അത്യാവശ്യം സംസാരിക്കും. കാര്യങ്ങൾക്കല്ല, നമ്മള് വ്ലോഗിലൊക്കെ ആണെങ്കിലും സംസാരിക്കാറുണ്ട്. ഓവറായിട്ട് ഇപ്പൊ ചില സംസാരിക്കാൻ സംസാരിക്കാറില്ല. ചിലര് സംസാരിക്കും, പക്ഷേ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നേച്ചർ അതാണ്. അതെ, നേച്ചർ അങ്ങനെ. വിനീഷ്, നമസ്കാരം. അല്ലെ, ഒത്ത ഒരു കലാകാരനാണ്, ഒപ്പം അത്ലറ്റ് ആണ്. ഞാൻ സത്യത്തില് ഈ സൈക്കോളജിൻസിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആള് ഞാനാണ്. പ്രായം കൊണ്ട് ഞാൻ മൂത്തതാണ്. ഏറ്റവും ഒരുപാട് സൈക്കോളജിൻസിന്റെ കൂടെ ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുകളിലേ ആകുന്നുള്ളൂ. ആക്ച്വലി വളരെ യാദൃശ്യമായിട്ടുള്ള ഒരു കഥയാണ്. ഞാനൊരു വലിയ കഥയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു പരസ്യത്തിന് ഷൂട്ടിന് വേണ്ടി കേടിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കമ്പനിയായി. പിന്നെ ഇവരോടൊപ്പം ചലഞ്ചിന് പോയിട്ട് അങ്ങനെ ഇവരുടെ കൂടെ അങ്ങ് ആയിപ്പോയി. ഇപ്പൊ എടുത്തി കളഞ്ഞു. ഞങ്ങൾക്കൊരു മൂത്താപ്പ ഇതായിട്ട് ഒരു കെയർ ടേക്കർ ആയിട്ട് ഒരാളെ എവിടെയെങ്കിലും ചെന്ന് ഇട്ട് കൊടുക്കണ്ടേ, ഇടി കൊള്ളാനായിട്ട് അങ്ങനെ ഒരാളെ വേണമെന്നുണ്ട്. അപ്പൊ നമ്മള് അത്ലറ്റ് ആണെന്ന് പറഞ്ഞു, കലാകാരനാണെന്ന് സിനിമ ചെയ്തു, നായക വേഷം ചെയ്ത ആളാണ്. നായകൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതെ, നെഗറ്റീവ് റോളാണ്. നായികയുടെ ഭർത്താവായിരുന്നു. സിനിമ തന്മയി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. സജി കെ പിള്ള എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകനാണ്. സ്ത്രീകള് വീടുകൾക്കുള്ളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള കഥ പറയുന്ന ഒരു സംഭവം. പീഡിപ്പിക്കുന്ന ആളാണ്, അതിലൊരാളാണ്, മെയിൻ പീഡകനാണ്. ഞാനൊരു ട്രയാത്തലോൺ എന്ന് പറയുന്നൊരു സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. അതെ, സൈക്ലിംഗ്, സ്വിമ്മിങ്, നീന്തലും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. 4 കിലോമീറ്റർ നീന്തൽ, 150 കിലോമീറ്റർ സൈക്ലിംഗ്, 42 കിലോമീറ്റർ ഓട്ടം. അതിലൊരു URF നാഷണൽ റെക്കോർഡുണ്ട്. പിന്നെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അങ്ങനെയൊക്കെ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മെഡലുണ്ട്. അടിപൊളി. അപ്പൊ അങ്ങനെ പോകുന്നു. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, പാട്ട് ഞാനിപ്പോ മഞ്ഞക്കിളി പാട്ട് പാടുന്നില്ല. ഞാൻ കൂട്ടിലടച്ചു വിരമിച്ച്. ഞാൻ ശ്രീത്ത് നന്ദു ഒന്നിച്ച് പഠിച്ചത്. ബൈ പ്രൊഫഷൻ ഞാനിപ്പോ ഒരു മെർച്ചന്റ് നേവിയിൽ ഇലക്ട്രിക്കൽ ഓഫീസറാണ്. കപ്പലൊക്കെ നിലത്തുറയ്ക്കുമ്പോ പുള്ളിയാ തള്ളുന്നത്. ഒരു 6 മാസത്തെ സെയിലിംഗ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു തവണ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം നാട്ടിൽ നിന്ന് പതിയെ പോകാറുണ്ട്. 1.5 വർഷം ലീവ്. അതെ, അതുകൊണ്ട് എനിക്ക് ഷിപ്പിനെക്കാട്ടി എനിക്ക് സന്തോഷം നാട്ടിൽ നിൽക്കുന്നത്. ഫുൾ ടൈം ഉറക്കമാണ്. ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഉറക്കം. വീട്ടുകാരൊക്കെ എന്റെ അമ്മ അച്ഛൻ ഇത് തന്നെ പറയും. അച്ഛനാണ് ഹീറോ. രണ്ടുപേരും അങ്ങോട്ട് തഗ്ഗോടെ തഗ്ഗ. നമസ്കാരം. പാട്ട് പാടണ്ടേ? ദാസപ്പൻ പാടും. ഞാൻ അങ്ങനെ പാടാറൊന്നുമില്ല. ദാസപ്പനൊക്കെ പാടും. ഞാൻ നേഴ്സിംഗ് പഠിക്കും. നേഴ്സിംഗ് പഠിക്കുവാണ്. എന്താ പ്രൊഫഷനോട് താല്പര്യം തോന്നിയത്? അതൊക്കെ വേറെ കഥകളാണ്. അതൊക്കെ പോയി വേണ്ടേ ചേച്ചി? അത് ഞാൻ ചേട്ടൻ ഇങ്ങനെ പോയി.
പിന്നെ പെടുത്തിയതല്ലേ എടുത്തതല്ല, ഞാൻ തന്നെ കേറി കൊടുത്തതാ. അല്ല ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ട് പോയതല്ലേ? ഇഷ്ടപ്പെടുന്ന വേറൊരു ഇഷ്ടത്തിന് വേണ്ടി ഈ ഒരു ഇഷ്ടത്തിലേക്ക് പോയത്. ആരാണ് ആ nurse കുട്ടി? നേഴ്സ് കുട്ടിയൊന്നുമല്ല, ഇത് വേറെ എന്റെ ക്രേസ് എന്ന് പറഞ്ഞാൽ ഈ ആന സംബന്ധമായിട്ടുള്ള ക്രേസ്. നമ്മൾ അറിയില്ല. അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് പാപ്പാനായിട്ട് പോകണമെന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ 10 ഇങ്ങനെ ജയിച്ചിരുന്നപ്പോഴത്തേന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞ് നേഴ്സിംഗ് എടുക്ക്, അതായത് 10 കഴിഞ്ഞപ്പോഴത്തേനും +1 +2 ബയോളജി എടുത്താൽ മതി, പുറത്ത് പോയ നേഴ്സിനൊക്കെ ഭയങ്കര കാശാന്ന് പറഞ്ഞു, സ്വന്തമായിട്ട് ആന മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. ആ ഒരൊറ്റ വാക്കിലാണ് ഞങ്ങളുടെ ക്യാമറമാൻ ധനേഷ് ഒരു ആനക്കമ്പക്കാരനാണ് കേട്ടോ. ആന എവിടെ കേട്ടാലും ഇനി മിക്കവാറും ക്യാമറ അവിടെ മാത്രമേ കാണത്തുള്ളൂ. ആനപ്രേമിയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് ആനയെ വാങ്ങാന്ന് പറഞ്ഞ് പറ്റിച്ചൊരു കൊച്ചിനെ നഴ്സിംഗിന് ഒരു ആന മേടിച്ചു കൊടുക്കണം അങ്ങോട്ട്. ആ കൊച്ചു പാവല്ലേ അത്. നമ്മള് ഇതിലൊക്കെ കാണാറില്ല ചില കുട്ടികളൊക്കെ ആന തിരിച്ചറിയാൻ, അങ്ങനെയൊക്കെ പറ്റുമോ? എല്ലാത്തിനും അറിയാം. ഇവിടുത്തെ ആനകളെ ചെങ്ങന്നൂര് എല്ലാവരും അറിയാം. ചെങ്ങനെ ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നിടത്ത് തന്നെ ഒരു ആനയുണ്ട്, അതിന്റെ പേരെന്നാ? കണ്ടിയൂർ പ്രേംശങ്കർ. ഇവിടെ അടുത്തുണ്ട്. എന്താ ആനയുടെ? ആന കൊച്ചാനയാണ്, അങ്ങനെ പ്രശ്നവും കാര്യമൊന്നുമില്ല. പിന്നെ അപ്പുറത്ത് നമ്മുടെ വഴിപാടി കാശിനാനുണ്ട്, അത് ഞങ്ങളുടെ മെയിൻ. കുന്നത്തൂർ രാമുണ്ട്, കുന്നത്തൂർ രാമുണ്ട്, പെരിങ്ങലിപ്പുറം അപ്പുണ്ട്, പിന്നെ നമ്മുടെ ശ്രീകണ്ഠനാനുണ്ട് വഴിപാടി. ഇഷ്ടമുണ്ട്. ആനയുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഞാൻ മിക്കവാറും ആകെ വീട്ടിൽ നിന്ന് ആന എടുത്ത് മാത്രമേ. ശ്രീത്തുണ്ട്. അതുകൊണ്ട് ആർക്കറിയാം ഞാൻ വേറെ എങ്ങും പോകത്തില്ല. ഞാൻ ഒന്നി വഴിപാടി കാണും, അല്ലെങ്കിൽ വീട്ടിൽ കാണും, അല്ലെ പിന്നെ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീതന്റെ കൂടെ വീഡിയോ എടുക്കാൻ ഒന്നി അവിടെ വരും, അല്ലെ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ വരും. അല്ലാണ്ട് വേറെ പുറത്തൊന്നും പോകത്തില്ല. ആന വീട് അതാണ് നമ്മുടെ ഇത്. പക്ഷെ വീട്ടുകാര് ശ്രമം നടത്തിയോ ആന മേടിക്കാൻ? ആന ഒരു പിടിയാന നിൽപ്പുണ്ട്, നമുക്ക് അതിനെ മേടിക്കാന്ന് വീടിന്റെ ആധാരം എടുക്കാൻ അപ്പോഴത്തേക്കും കേടി ഓൾറെഡി അത് ആധാരം വെച്ചിരിക്കുക. ആധാരം വരച്ചുണ്ടാക്കിയൊക്കെ. അതെങ്ങനെയായിരുന്നു സംഭവം? ആരാ പറഞ്ഞത്? അത് ഞാനിങ്ങനെ അപ്പം നമ്മൾ ഈ ആനഫീൽഡ് ആവുന്നതിന് ഓരോരുത്തരും നമ്മൾ വയ്ക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ മെസ്സേജ് ഇന്ന പോലെ ഒരു നമ്മുടെ ഈ ടൂറിസ്റ്റ് ഈ സവാരിയില്ലേ അവിടെ ഒരു പിടിയാന കൊടുക്കാനുണ്ട്, നമുക്കൊരു 30 രൂപയ്ക്ക് ഉറപ്പിക്കാം. 30,000 രൂപ അല്ലെ വന്ന് 30 ലക്ഷം ഉറപ്പിക്കാം. വന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. നമ്മുടെ മൈൻഡ്, എൻ്റെ മൈൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് നേഴ്സിനെ ഞാൻ എന്താ പറഞ്ഞു, ഇവരെല്ലാം തെറി വിളിക്കുക എന്നെ ആയിക്കോട്ടെ. അതാണ് വീട്ടുകാരെ എന്നെ തെറി വിളിക്കല്ലേ. നമുക്ക് പറ്റും, ഡ്രീം അല്ലേ? കണ്ടു വെച്ചിട്ടുണ്ടാ? അതെ, ഒരു ആന വണ്ടി കണ്ടു വെച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോഴത്തേക്ക് ഇറക്കും. കല്യാണമൊക്കെ കഴിയട്ടെ, സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ചിട്ട്. വീട്ടുകാർ കണ്ടോണ്ടിരിക്കുവായിരിക്കും. ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആന വരണം, ആനയാണ് നമ്മുടെ ഡ്രീം. അതാണ് ഡ്രീം. ഓക്കെ, അപ്പൊ നമുക്ക് ആന വരട്ടെ. അപ്പൊ നമുക്ക് നഴ്സിംഗ് ഒക്കെ വിട്ടിട്ട് അതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് നിൽക്കാം. ഓക്കെ, അതെ. അപ്പൊ എന്താണ് പ്രവീണളിയൻ എല്ലാരോടും കൂടെ നമുക്കൊരു ഗംഭീര ഒരു പാട്ട്, ആരാ പാട്ട് പാടുന്നത്? എല്ലാരും കൂടെ ഒരു പാട്ട് പാടാം, എല്ലാവരും കൂടെ പാടാൻ പറ്റും. പട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനടിയല്ലടങ്ങേരും കുട്ടരും അച്ഛനമാരും ഒത്തുകൂടി. തിന്താരേ തിന്താരേ തക തിന്തക താരാ, തിന്താരേ തിന്താരേ തക തിന്തക താരാ. ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ. രാമങ്കരി കുന്നങ്കരി ജാനങ്കരി ജാത്തങ്കരി വെട്ടിക്കൂരുന്ന കോഴിമുക്ക്, കോട്ടയം പാട്ടനാട്. രാമങ്കരി കുന്നങ്കരി ജാനങ്കരി ജാത്തങ്കരി വെട്ടിത്തൂരുത്തുന്ന കോഴിമുക്ക്, പട്ടാഴി കോട്ടയം പാട്ടനാട്. തിന്താരേ തിന്താരേ തക തിന്തക താരാ, തിന്താരേ തിന്താരേ തക തിന്തക താരാ. ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ. നമ്മുടെ വയനാട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ഓണമാണ്. അപ്പം വയനാട്ടിൽ ഒരുപാട് പേര് ഒരു രാത്രി കൊണ്ട് ഒന്നിച്ചു പോയി
പോയി, അവരുടെ ജീവിതവും ജീവനും എല്ലാം ഒരുപാട് ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം നമ്മൾ ഓണം ആഘോഷമാക്കുന്നത് എന്തെന്ന് ചിലപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ പറയാനുള്ള എല്ലാവർക്കും ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്, അല്ലെങ്കിൽ ദിവസങ്ങളാണ് ഓണം എന്നുള്ളതാണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് കുറച്ച് പോസിറ്റിവിറ്റി കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിന്റെയോ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിന്റെയോ ഒക്കെ ഗുണമെന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഈ വയനാടിന്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം എന്നൊക്കെ തോന്നിയിരുന്നോ നിങ്ങൾക്ക്? തോന്നിയത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, ആരും വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. CMDRF-ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ ചെയ്യാൻ പറ്റി ചെയ്തിട്ടുണ്ട്, അല്ലാതെ വീഡിയോ എടുത്ത് അതൊരു ഇല്ല, ഞാൻ ചോദിച്ചാലല്ല, നമുക്ക് എപ്പോഴും ഈ നിങ്ങളെ പോലുള്ള യുവാക്കൾ ഇത്തരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയണ്ട അത്, പക്ഷെ നമ്മൾ അതിന്റെ ഭാഗമായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ദുഃഖം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യയിൽ എവിടെ ദുരന്തങ്ങൾ നടന്നാലോ ദുരന്തമുഖത്ത് പോകാറുള്ള ആളാണ്. ഉത്തരാഖണ്ഡിൽ, കുട്ടനാട്ടിൽ 350 പേരോളം രക്ഷിച്ചു. പക്ഷേ എനിക്ക് ഇത് വള്ളംകളി ക്യാമ്പിൽ എനിക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഇൻചാർജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എനിക്ക് പല സ്ഥലത്തുനിന്നും കോളുകൾ വന്നു. അത് ഭയങ്കര വിഷമമായിട്ട് മനസ്സിൽ നിൽക്കുവാണ്. എന്തായാലും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒത്തിരി ഉണ്ട്, ഒത്തിരി. ഞാൻ ഒരു 2 ആഴ്ചയോളം ഉത്തരാഖണ്ഡിൽ 2 ഡാം തകർന്നെടുത്ത് ഞാനൊരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിലുപരി പെട്ടുപോയ ഗ്രാമങ്ങളിൽ പാലം പണിയുന്ന പരിപാടികളും അതുപോലെ തന്നെ ഡെഡ് ബോഡി റിക്കവറി എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓണമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ നമുക്ക് പോകുന്നില്ല. ഒത്തിരി ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ഈ അഭിനയത്തിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെങ്കിലും ഇവരുടെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഷോർട്ട് ഫിലിംസിലൂടെ ആയിരുന്നു. എഴുതുന്ന മൊത്തം ശ്രീത്തായിരുന്നു, അഭിനയിക്കുന്ന ആരൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു? എന്ത് സൈക്കോ വെച്ചിട്ടായിരുന്നു? സൈക്കോ എങ്ങനെ? സൈക്കോ സുമേഷോ അങ്ങനെ ഒരു അതൊക്കെ ആരാ പറഞ്ഞു? അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. അതൊക്കെ ബുക്ക് എടുത്തു. ഓക്കെ, അപ്പൊ അത് ഞാൻ ചോദിച്ച ശ്രീജിത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഞാൻ 4ാം ക്ലാസ് തൊട്ട് നാടകം എഴുതി തുടങ്ങിയത്. കുറെ വർഷം അങ്ങനെ ചെയ്തു. സിനിമയാണോ സ്വപ്നം? ഒരിക്കലും ഇല്ല. പുള്ളിക്ക് സിനിമയോട് ഒരു താല്പര്യമില്ല. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് എൻ്റെ അടുത്ത് വന്നു, ശ്രീജിത്ത് ബ്രോ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇല്ലെന്ന് പറഞ്ഞു. അത് റെയർ ആണല്ലോ. എന്നോട് ചോദിക്കാൻ എന്താ, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നാടുമായി ചേർന്ന് നിൽക്കുക. അല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ എഴുതുമായിരുന്നു, ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ജോലിക്കായിട്ട് ബാംഗ്ലൂർ പോയായിരുന്നു. ജോലിയൊന്നും റെഡി ആയില്ലായിരുന്നു. അപ്പം പിന്നെ നാട്ടിൽ വന്നു, PSC പഠിച്ച് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴാണ് കോവിഡ്. ഞാൻ ഇവരുടെ കുറച്ച് സുഖമാണല്ലോ ജോലി. അല്ല, നല്ലപോലെ പഠിക്കുവായിരുന്നു അന്നേരം. ഒരു 6 മാസം ട്രൈ ചെയ്ത് പിന്നെ കോവിഡ് വന്നു, എല്ലാം പൂട്ടി. അപ്പം എക്സാമിന്റെ രീതിയെല്ലാം മാറ്റി, 2 എക്സാമായി. പണ്ടൊക്കെ ഓർമ്മ ഉള്ളായിരുന്നല്ലോ. അപ്പം അങ്ങനെ മാറി. പിന്നെ ടൈം പോയി, പ്രായം കൂടുന്നു. 26, 27, 28. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവിനെ സംബന്ധിച്ച് വീട്ടിൽ പ്രഷർ ഉണ്ടല്ലോ, വീട്ടിലും നാട്ടിലൊക്കെ. അപ്പൊ ഞങ്ങളൊരു പണ്ടൊരു ഷോർട്ട് ഫിലിം എടുത്ത ടിക്ടോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, കുറെ വർഷം ശേഷം. കുറെ വർഷം കേട്ടിട്ട് ഈ ഡയലോഗ്, നല്ല ഡയലോഗ്, നല്ല ജോലി. അപ്പം അങ്ങനായി ഞങ്ങൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതിക്ക് നമ്മൾ നിർത്തിയതായിരുന്നു. അപ്പം എന്റെ ഇൻട്രോ വന്ന് എന്റെ മുഖം കാണിക്കുന്ന സമയമായപ്പോ നിർത്തി. ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഒരു പേരാണ്. ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ പേരാണ്. അല്ല, അത് നമ്മൾ ഷൂട്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ നോക്കി, അതെല്ലാം സെറ്റാക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ അത് തുടക്കം വെച്ചു. അപ്പം 2-3 പേജ് നമ്മൾ കുറേ നാൾ ഇപ്പോൾ ഒരു പടം ഷൂട്ട് ചെയ്ത് നമ്മൾ 4-5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് മോശമാണെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും തോന്നില്ലേ? വളരെ നമുക്ക് കാണാൻ ആഗ്രഹിക്കത്തില്ല ചിലപ്പോഴൊന്നും. അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ നിതിനൊക്കെ വന്നു. നിതിൻ നമ്മളോട് ക്യാമറമാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പടം ഇവിടെ വാറ്റെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എടുത്തു. ആ സമയത്ത് കോവിഡ് സമയത്ത് ഒരു വാറ്റെന്ന് വന്ന് ചെയ്തു. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞോട് ചെയ്യാന്ന് പറഞ്ഞു കോമഡിയിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ കരിക്കിനെ കണ്ടാണ് ഞങ്ങൾ പോയത്. കരിക്കിനെ ഞങ്ങളിങ്ങനെ ടെൻഷനായിരുന്നു. കരിക്കിൻ്റെ ഇവിടെ ഇന്നങ്ങനെ റിലീസ് ചെയ്യും ഞങ്ങൾ ഇറക്കുമ്പോൾ. ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് 2000 വ്യൂ ഉള്ളൂ. 1 കോടി വ്യൂ ഉള്ള കരിക്ക് അവിടെ കേൾക്കുന്നത്. നമുക്ക് ടെൻഷനാണ്. ഞാൻ വരെ വിളിച്ചു, കരിക്ക് റിലീസ് വല്ലതുണ്ടോ തിരക്കണേ. ഇവരുടെ ഫ്രണ്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ ഓണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ കരിക്ക് റിലീസ് ചെയ്ത വിഷയമാണല്ലോ. ഇല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇല്ല, 5000 വ്യൂ പോലും ഇല്ല. എന്നാലും നമുക്ക് ടെൻഷനാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ മെയിൻ, എന്നെ സംബന്ധിച്ച് ഞാൻ മണ്ടയ്ക്കൊന്നും പിടിക്കത്തുള്ളൂ. നമ്മളെ അങ്ങനെയാണ് വേണ്ടത്. അത് നമ്മളൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് അതാണ് നമ്മൾ നോക്കുന്നത്. അവരെ നോക്കണം. നമ്മൾ താഴെയുള്ളത് നമുക്ക് വേണ്ട. നേരത്തെ എവിടെയോ പറഞ്ഞു, ശ്രീത്ത് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നാട്ടുകാരോട് ഇങ്ങനെ വെറുതെ നടക്കണോ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാരോട് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പ്രശ്നമല്ല. വെറുതെ അല്ല നടക്കുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ബുദ്ധിമുട്ടെന്നുള്ളത് മാത്രമല്ല, ഇത് എത്ര വലിയൊരു പ്രൊഫഷനാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അതാണ് പ്രശ്നം. അല്ല, ഞാൻ യൂട്യൂബിലൂടെ ഇറങ്ങി സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങിയത്, വെറുതെ ഒന്നും അല്ല.
നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്, യൂട്യൂബിൽ ഇറങ്ങിയത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിൽ തന്നെ നിന്നത്, മാറാതെ. കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള പലരും പല വഴിക്ക് പോയായിരുന്നു. ഈ അവസാനം പോകാത്തത് ഞാനും നീയും പിന്നെ ഞാനും നന്ദു കേടി ഒക്കെ. കേടി പിന്നെ ഓൾറെഡി വ്ലോഗ് ഇട്ടുണ്ടായിരുന്നു. അപ്പം കാരണം അവരുടെ ഒന്നും കുഴപ്പമില്ല, എല്ലാവർക്കും അവരുടെ ലൈഫല്ലേ, നമുക്ക് ജോലി മറ്റേ. അപ്പോൾ നമ്മൾ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ഏതാണ് അതൊക്കെ ഓരോരുത്തർ നമുക്ക് ലൈഫല്ലേ, നമുക്ക്. അപ്പം ഇപ്പോഴത്തെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ആൾക്കാർ യൂട്യൂബ് എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം പണ്ടുള്ള മെയിൻ വിഷയം അമ്മമാരെ ഫോണില്ലായിരുന്നു, ടച്ച് ഫോണില്ലായിരുന്നു. അതാണ് മെയിൻ വിഷയം. അവർ കീപാഡ് ടച്ച് എടുത്തപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി ഈ സംഭവം എന്താണ്. ഇപ്പോൾ കാണുമ്പോൾ പണ്ട് നമ്മളെ ശത്രുതയുള്ളവർ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ചിരിച്ചിട്ടാണ്, ആ എന്താ മോനെ എന്താ അങ്ങനെ സന്തോഷം നമുക്ക്. അത് കാണുമ്പോൾ അതല്ലേ നമ്മൾ മാറ്റം ഉണ്ടാക്കിയില്ല. അതേ സമയത്ത് നമ്മളവിടെ നിർത്തി പോയിരുന്നെങ്കിൽ ഇവൻ പണ്ട് അവന്റെ മോൻ ഏണ്ടൊക്കെ ക്യാമറ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രായം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ പറയത്തില്ല. അത് കേൾക്കാൻ നമുക്കൊരു സന്തോഷമാണ്. അവരെ കുറ്റം പറയുന്നില്ല. ഇപ്പം ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഈ ഫാൻസിനെ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ പുറത്തേക്ക് ഇപ്പൊ നമ്മള് ചെങ്ങന്നൂർ അല്ലാതെ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു ദിനളിയാ പറയേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ കമന്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നിവിനാണ്. ഞാൻ നന്ദു അല്ല, നന്ദുന്റെ കാര്യം ഞാൻ ഈ നിങ്ങളുടെ സൈക്കോളജിന്റെ വീഡിയോ ഞാൻ പേഴ്സണലി കാണാൻ തുടങ്ങിയ നന്ദോളിനെ കണ്ടിട്ടാണ്. ആ സമയത്ത് ഞാൻ നന്ദോളിൻ ഫാനാണ്. അല്ല ഇപ്പൊ അല്ലെന്നല്ല, നന്ദോളിനെ കണ്ടിട്ട് അത് കഴിഞ്ഞ് നന്ദോളിൻ ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. നേരത്തെ ചെയ്യായിരുന്നു, അതൊക്കെ കണ്ടു വന്നു. പിന്നെ നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളായി ഞാൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ ബേസിക്കലി നിങ്ങളുടെ ഫാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ താഴെ വരുന്ന കമന്റ്സ് പെൺകുട്ടികളാണ് കൂടുതൽ അന്വേഷിക്കുന്നത് എല്ലാരും. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന് ഇങ്ങനെ ചേട്ടാ സെൽഫി എടുത്തോട്ടെ ആ പരിപാടിയൊക്കെ? ഞങ്ങൾ എല്ലാവരും ഇറങ്ങുമ്പോഴും വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിനെങ്ങനെ ഡീൽ ചെയ്യുന്നത്? എല്ലാവരും ഡീൽ ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ സിംഗിൾ അല്ലാന്ന് വെളിപ്പെടുത്തിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം അതിന്റെ കണ്ടിന്യൂറ്റി ഒന്നും വന്നില്ല. എന്താ ഞെട്ടുന്നേ അല്ലേ? ഞാൻ എന്താ പറഞ്ഞ പോലെ നോക്കുന്നു അല്ലേ? സിംഗിൾ അല്ലല്ലോ. ആരാ പറഞ്ഞ സിംഗിൾ? കിംബോയ് ഗൾഫിൽ പോയോ? ഓ ശരി ശരി ശരി. അപ്പൊ വിളിക്കാറുണ്ടോ നിങ്ങളെ? നിങ്ങള് ഓണപരിപാടികൾ എന്തെങ്കിലും നമ്മുടെ ചെറിയനാട് നടത്താറുണ്ടോ? നടത്താറുണ്ട്. ഞാൻ മരങ്കേറ്റ മത്സരം നടത്തിയിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവരെപ്പോഴും ചലഞ്ചുകളാണല്ലോ ചെയ്യാറ്. അപ്പൊ ഞാനൊരു ചെറിയ ചലഞ്ച്, വലിയ ചലഞ്ച് സർപ്രൈസ് വേറെ ഉണ്ട്. ചെറിയ ചലഞ്ച് ഞാനും എന്റെ അളിയനും എന്ന സെഗ്മെന്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ബോർഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ചെറിയ ചലഞ്ചിലേക്ക് പോയതിനു മുമ്പ് അപ്പൊ എന്തായാലും കുറച്ച് വൈകിയും കൂടി സൈക്കോളജിയും ടീമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ശരത്തെ സ്വാഗതം കേട്ടോ. കുറച്ച് വൈകിയാണ് വന്നത്. ശരത്ത് എഡിറ്ററാണ്. ശരത്തിനെ കുറിച്ച് പറയും. ശരത്തിനെ പറ്റി ഞങ്ങൾ എല്ലാം നമ്മുടെ തുടക്കത്തിൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ എഡിറ്റ് ചെയ്ത് തന്ന് ഫ്രീ ആയിട്ട് തന്ന വ്യക്തിയാണ്. പൈസ ഒരു പോലും മേടിച്ചിട്ടില്ല. ചായയും കാപ്പിയും അമ്മ പ്രത്യേകം പറയണം. എന്താ എങ്ങനെയാ ഓണപരിപാടികളൊക്കെ എങ്ങനെയാ? തിരക്കാണോ? തിരക്കായിരുന്നു. ഇപ്പൊ വർക്കിന് പോയിട്ട് വന്നു. അതുകൊണ്ടാ താമസിച്ചു പോയത്. ഇവരുടെ ചലഞ്ച് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലായിരുന്നു ഞങ്ങളുടെ സ്റ്റുഡിയോ, പഴയ സ്റ്റുഡിയോ. അപ്പൊ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് അത്? സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഗംഭീരമായ ഉഷാറായ കാര്യങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബർമാർ രക്ഷപ്പെട്ടിട്ട് ഒരു 1 ഇയറിനുള്ളിൽ ഒരു സ്റ്റുഡിയോ പണിയുന്നത് ആദ്യമായിട്ടാണ്. എല്ലാവരും ഒരു 4-5 കൊല്ലം മുന്നുള്ളവരൊക്കെ ഇപ്പോഴാണ് പണിയുന്നത്. നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു എന്താ, നമുക്ക് എല്ലാവർക്കും കൂടാൻ ഒരു സ്ഥലം വേണം. അതെന്തായാലും നമുക്ക് വേണ്ടേ? മഴ പെയ്താൽ മാത്രമല്ല, കാരണം എൻ്റെ മാരേജ് ഒക്കെ ആയിരുന്നു. അപ്പോൾ മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു അസൗകര്യങ്ങൾ, നമ്മൾ ഈ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് ഒരു പ്രൈവസി എല്ലാവർക്കും ഇരിക്കാം, കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യും. നമുക്കിപ്പോ ഒരു ചെറിയ ചലഞ്ചിലേക്ക് പോകാം. വലിയ പുതിയ ഏറ്റവും ഫ്രഷ് ചലഞ്ച് ഒന്നും അല്ല, നേരത്തെ ഒരുപാട് പേര് ചെയ്തില്ല. ഏതെങ്കിലും 2 അളിയന്മാർ, എപ്പോഴും കൂടെ നടക്കുന്ന 2 അളിയന്മാർ ആരൊക്കെയാണ് നിങ്ങൾ പറയും? നോമിനേറ്റ് എഴുതാനുള്ള സാധ്യത ഉണ്ടാവും. 2 പേര് എടുക്ക്. ആ പറയാന്നേ, ആ മൈക്കൊന്ന് പിടിച്ചു കൊടുക്കണേ. ഓക്കെ, ചെറിയ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇവർക്ക് ഞാനും എന്റെ അളിയനും ഇത് നോക്കരുത്, ഇത് ഞാൻ ഇപ്പുറത്താക്കേണ്ടി വരുമോ? ഞാനും എന്റെ അളിയനും എന്നാണ് ഞാൻ ഈ സെഗ്മെന്റിന് കൊടുത്തിരിക്കുന്ന പേര്. എങ്ങനെയുണ്ട്? നല്ല പേരല്ലേ? ഓക്കെ. നന്ദു അളിയന്റെ ഇഷ്ടപ്പെട്ട സോങ്.
എനിക്കറിയത്തില്ല വരി. ഒരു വരി ഫസ്റ്റത്തെ മനസ്സിലാവുമല്ലോ. നീലടാ. റെഡി? മതി സമയം കഴിഞ്ഞു. അല്ലല്ല അക്ഷരം മാറിപ്പോടാ. ക്ഷമിക്കണം. കാണിക്ക്, അങ്ങോട്ട് കാണിക്ക് ക്യാമറയില്. ഏതാ നോക്കട്ടെ. എന്റെ അക്ഷരം വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെന്താ നന്ദോളിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? അല്ല റൊമാൻറ്റിക് നാണം വന്നു നന്ദോളിന്. ഇപ്പഴാ റൊമാൻറ്റിക് ആയി. ഓക്കേ. ശ്രീജിത്ത് അളിയന്റെ ഡ്രീം. ശ്രീജിത്ത് അളിയന്റെ ഡ്രീം എപ്പോഴും പറയാറുള്ള കാര്യം, നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് പറയാറുള്ള കാര്യം. ശ്രീജിത്ത് അളിയന്റെ ഡ്രീം. ഞാൻ എഴുതണോ? പിന്നെ രണ്ടുപേരും എഴുതണം. വേഗം ആവട്ടെ, സമയമൊന്നുമില്ല. എനിക്ക് ഞാൻ നാളേക്കട്ടെ. കുറെ ഡ്രീം ഉണ്ട് എനിക്ക്. വേഗം ആവട്ടെ, വേഗം സമയമില്ല. ഞാനും എന്റെ അളിയനെന്നാണ് പൊളിഞ്ഞു പോകുന്നത്. അങ്ങനെ പൊളിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിലേലും അറിയും. റെഡിയാണോ? നന്ദു അളിയന്റെ അമ്മയുടെ പേര് ഫുൾ നെയിം എഴുതണം. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ എങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അമ്മച്ചി, മമ്മി. കഴിഞ്ഞോ? എനിക്കിത് അതായത് ഞാൻ അമ്മയെന്നാ വിളിക്കുന്നത്. അല്ല ഫുൾ നെയിം ആ റൗണ്ടിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. റെഡി? കാണിക്ക്. അയ്യോ ഇത് അല്ല നന്ദുളിന്റെ അമ്മ നോട്ട് ദ പോയിന്റ്. കാണിക്ക്. കാണിക്ക്. എന്താ? അമ്പിളി വാസുദേവൻ. വാസുദേവന്റെ വി. അടുത്തത് ശ്രീജിത്ത് അളിയന് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ, പോകാൻ ഇഷ്ടമുള്ള കഴിഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ശ്രീജിത്ത് ഇഷ്ടമുള്ളത് ആദ്യം എഴുതുന്ന നന്ദോളി. ജസ്റ്റ് രണ്ടു മൂന്നെണ്ണുണ്ട്. ഒരെണ്ണം എഴുതി കാണിക്കും. ഏതാ? എന്തോ പട്ടായോ? നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഗോവ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ. ശ്രീജിത്ത് അളിയന്റെ ജീൻസിന്റെ സൈസ്. രണ്ട് ഇപ്പൊ സൈസ് കൂടിയിട്ടുണ്ട്. ഭാരത് എഴുതിക്കോട്ടോ, അപ്പൊ കറക്റ്റ് ആവില്ല. നോക്കരുതേ. ഇല്ല എഴുതില്ല. ചില രണ്ട് കമ്പനിയാട്ടോ. എനിക്ക് ഞാൻ ചില അടിപൊളി, രണ്ടുപേരും ഗംഭീരം. ഞാനും എന്റെ അളിയനും പൊളിയാണ്. തോൽവി സമ്മതിച്ചെങ്കിൽ പറയണം. ഞാൻ തോൽവി സമ്മതിച്ചു. ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് വന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇപ്പൊ ഉള്ള നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്, അതിലിപ്പോ നിങ്ങളുടെ കുടുംബം, ഫാമിലി ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നേരത്തെ ഒരു പക്ഷേ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അല്ല സപ്പോർട്ടാണ്, പക്ഷെ അത് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടുന്ന സ്റ്റേജ്, അതായത് പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് എല്ലാവരെയും ഒരു എന്താണ് നല്ലൊരു രീതിയിൽ എത്തിക്കണം എന്നുള്ള ഡ്രീം എനിക്കുണ്ട്. അത് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞ് അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ. ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് സെറ്റാക്കാന്ന് വെച്ചു. അപ്പൊ തന്നെ പ്രഗ്നന്റ് ആയി. വളരെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ അതൊന്നും കഴിഞ്ഞിട്ട് ഇനിയിപ്പം പ്ലാനിങ് ഉണ്ട്. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ഒരിക്കലും അത് ഭാവി അവർക്ക് അവരുടെ ജീവിതവും സെറ്റ് ആവും. തീർച്ചയായിട്ടും. പിന്നെ സോഷ്യൽ മീഡിയ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ കേട്ടുള്ള പേര് മിസ്റ്റർ കാർത്തിക് സൂര്യ നിങ്ങളുടേതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും. നിങ്ങൾ ഇവരുടെയൊക്കെ ഫേവറേറ്റ് ആരാണ് സോഷ്യൽ മീഡിയ താരം? മാറിയപ്പോ അപ്പൊ മാറിയെങ്കിൽ അത് പറയൂ. കരിക്ക് പോലെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഓരോരുത്തർക്കും ഉണ്ടാവില്ല. നിതിനളിയും പറയും. അല്ല, ഞങ്ങൾ ചാനൽ ഈ ഷോർട്ട് ഫിലിം തുടങ്ങിയ സമയത്ത് കരിക്കിനെയായിരുന്നു ഫോളോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം മാറിയല്ലോ, ഓരോ യൂട്യൂബ്സ് കാർത്തിക് സൂര്യ വന്നു, പിന്നെ വേറെ പുതിയ ആൾക്കാർ വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാടൻ ബ്ലോഗേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാർക്ക് വരുന്നു. അപ്പം
ഓരോരുത്തർ വരുന്നതനുസരിച്ച് നമുക്ക് അവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ബീസ്റ്റ് ആണ് ഇതിൽ. പിന്നെ ഐഷോ സ്പെയിനെ ഇഷ്ടമാണ്. പിന്നെ മലയാളത്തിൽ കാർത്തിക് സൂര്യ അല്ല, ടെക് ട്രാവൽ ഇഷ്ടമാണ്. പിന്നെ സാൻഡോസ് ആ ചാനലൊക്കെ ഇഷ്ടമാണ്. അടുത്ത ആൾക്കോ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ? കാണുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ. എന്നാലും എന്താ പറയുന്നത്, ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കായിരുന്നു. അതുകൊണ്ടാണ്. കോമഡിയാണോ ഇഷ്ടം? അല്ല, എൻ്റെ മൈക്കുണ്ട് നമുക്ക്. നമ്മളിവിടെ എക്സ്ട്രാ പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ഓണറിലുള്ള സാധനം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിജയുടെ ഒരു പാട്ടിറങ്ങി ഫുള്ള് വിജയുടെ റിയാക്ഷൻ. ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാണ്, എല്ലാവർക്കും ലൈക്ക് കൊടുത്ത് വേണം. റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വിജയ് പുതിയ പാർട്ടി ഉയർത്താൻ പറ്റത്തില്ല. ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം പോയിട്ടുണ്ട് ചേട്ടൻ. ഘടകത്തിന്റെ സുബിരാനന്റെ ചേട്ടൻ പോയിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പതാകയില് 2 ആന? അത് കേരളത്തിന്റെ ദേശീയ, കേരളത്തിലും ആൾക്കാരുണ്ടല്ലോ അങ്ങനെ. അതുകൊണ്ടാണ് പൂവുണ്ടല്ലോ അത് പൂവിന്റെ പേര് പറയും. അത് കൊടി പിന്നെ നമ്മള് സ്പെയിനൊക്കെ എടുത്ത്. അത് ശരിക്കും പുള്ളിക്കൊരാപത്ത. വിജയ് അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? ഇല്ലല്ല, പുള്ളി എന്തേലുമൊക്കെ നല്ലത് ചെയ്യാനല്ലേ, ചെയ്യട്ടെ. അല്ലല്ലേ നമ്മള് എങ്ങനെ എന്തൊക്കെ വീഡിയോസ് കാണാറ് കൂടുതൽ? ഞാൻ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടൊക്കെയാണ് കൂടുതലും. പാട്ട്, മ്യൂസിക്. നേരത്തെ കുറെ പേര് ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ കൂടുതലും മറ്റേ ഫുഡിന്റെ ഒക്കെ വീഡിയോ കാണുന്നത്. ഞാൻ കൂടുതലും വീഡിയോസ് കാണുന്നത് ഞാൻ ചോറ് കഴിക്കാൻ നേരം മറ്റേ ഈ പാചകത്തിന്റെയും ഫുഡൊക്കെ കഴിക്കും. കറിയൊന്നും ഇല്ലാത്തപ്പോ അതൊക്കെ കാണും. കറിയും 2 പ്ലേറ്റ് ഒക്കെ വെച്ച്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും നല്ല മത്തിക്കറിയും മോരുകറിയും 2 പപ്പടവും മുട്ട വറുത്തതും നാടൻ ചീരത്തോരനും. പിന്നെ പ്രവീൺ, പ്രണവ് അവരൊക്കെ വീഡിയോ നല്ല രസമാണ് കാണാൻ, ഫാമിലി എല്ലാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും വേറെ വിനോദങ്ങളുണ്ടോ? ഈ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ജോജി തമ്പി ഇല്ലേ, പുള്ളിക്കാരൻ്റെ ഇതാണ്, ഫാനാണ് ഞാൻ. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഗിവ് അല്ല, അല്ലാതെ പുള്ളി പേഴ്സണലി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളി വേറെയും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും. അതുപോലൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ. അപ്പം പുള്ളി ഭയങ്കര ഇൻസ്പയർഡാണ്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, പാവങ്ങളെയൊക്കെ സഹായിക്കുന്നത് നമുക്കത് കാണുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു, കാരണം ഇല്ലാത്തവരുണ്ടല്ലോ ഒരുപാട് പേര്. നമുക്ക് എന്തെങ്കിലും കൊണ്ട് ഇപ്പം ചിരിച്ചു കളിച്ചിരിക്കുന്നു, ഇപ്പം ചിരിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്ന് ഹാപ്പി ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊക്കെ അങ്ങനെ പറ്റുന്നുണ്ട്. അതിങ്ങനെ വീഡിയോ എടുത്തൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ സന്തോഷം അത് കാണുമ്പോൾ എനിക്കും അല്ലെങ്കിൽ നമ്മുടെ ടീമുകൾക്ക് മാത്രം മതി. അത് വേറെ ആൾ കാണേണ്ടത് ആ ചിരി, അത് അങ്ങനെയുള്ള വീഡിയോസിന് ഇഷ്ടമാണ്. ഞാൻ പൊതുവെ സീരിയലൊക്കെ കാണുന്നത്. അമ്മയുടെ വീട്ടിൽ നിന്ന് കണ്ടു, അമ്മയുമായിട്ടിരുന്ന് കണ്ടു. പിന്നെ കാണാൻ പറ്റില്ല, യൂട്യൂബ് വെച്ച് കാണും. ഷിപ്പിൽ പോയി കഴിയുമ്പോ ഇടയ്ക്ക് ഇന്ത്യൻ പോർട്ട് വരുമ്പോ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു ഹോട്ട്സ്റ്റാർ. സീരിയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കും പുള്ളി. സാന്ത്വന ഡൗൺലോഡ് ചെയ്തിരുന്നു. എനിക്ക് സാന്ത്വന സീരിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കൂട്ടുകുടുംബം അങ്ങനത്തെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സാന്ത്വനം ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മായിമ്മ പോരെ, അതൊക്കെ അമ്മായിമ്മ പോരെ ഇല്ലാത്ത സീരിയലാണ് സാന്ത്വനം. ഞാനപ്പോ പറയുന്ന ഡയലോഗ് ഹൗസ് സ്വീറ്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും ഒക്കെ ഈ പുതിയ കുടുംബത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വിളിക്കാനൊക്കെ എത്ര പ്രായമുണ്ട്? വയസ്സ് എത്രയുണ്ട്? നിങ്ങളെല്ലാം വയസ്സ് വെളിപ്പെടുത്താൻ തയ്യാറല്ലേ? കൊച്ചു പയ്യന്മാരാണ് ഞങ്ങൾ. പക്ഷെ ഇവന്മാർ 2 പേരും മൂത്താണ്. നന്ദോളിന് എത്ര വയസ്സായി? 30 വയസ്സുണ്ട്. അപ്പൊ ഈ പ്രഷർ ഒന്നും ഇല്ലേ വിവാഹത്തിന്റെ? അവിടെ ഒരു പ്രണയത്തിന്റെ കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. അല്ലല്ലേ പ്രണയം പറ. പ്രണയത്തിന്റെ ഞാൻ നേരത്തെ ഒന്ന് വിട്ടുപോയതാ. ഈ പ്രണയം എപ്പോഴും പോസിറ്റീവ് ആണ്. ഭയങ്കര പോസിറ്റീവ്. എന്ത് പ്രവീൺ, ആരോടാണ് പ്രണയം? ഒരു പ്രണയമുണ്ട്.
പറ. പക്ഷെ പേര് വെളിപ്പെടുത്തണോ വേണ്ട വേണ്ട, അവർ അച്ഛനൊക്കെ എന്റെ തലയടിച്ചു വീഡിയോ ഫോട്ടോ ഇട്ടാ അവർക്ക് കണ്ണ് കാണത്തില്ല. സോറി. അമ്മു അവന്റെ പ്രണയ വീട്ടിലെല്ലാം സെറ്റ് ആയില്ലായിരുന്നു. അപ്പൊ ഇവന് ഇനിയിപ്പോ ചാൻസ് ഉണ്ട്. ലൈസൻസ് കിട്ടി. പറടാ നീ കുഴപ്പമില്ല, ഞാൻ ഉണ്ട് പറ. അവൻ പറയണ ഞാനും ഒരു കുട്ടിയായിട്ട് പ്രണയത്തിലാണ്. ഇത് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. പേരെന്തായാലും പറഞ്ഞേക്കാം, ശ്രീകുട്ടി. ശ്രീകുട്ടി എന്നല്ല, ശ്രീലക്ഷ്മി എന്നാണ് പേര്. ഫോൺ നമ്പറും പറ, ബാക്കി പറ, വീട്ടുപേരെല്ലാം പറ. ബാക്കി ഒരുമാതിരിയെല്ലാം വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലും കുഴപ്പമില്ല, അവരുടെ വീട്ടിലും കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി അവിടെ അച്ഛൻ കുറച്ച് ഇച്ചിരി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന്റെ സെറ്റ് ആയി കൊടുക്കണം. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും എനിക്ക് എന്താ വിഷയം, അങ്ങനെ അല്ലാണ് എനിക്ക് കല്യാണം കഴിക്കണം തോന്നി വീട്ടിൽ പറഞ്ഞു. ദാസപ്പന്റെ കൂട്ടി പാട്ടൊക്കെ പാടുന്നു അല്ലേ? ഇപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ ചെറുതായിട്ടൊക്കെ തിരിഞ്ഞിരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കുറച്ചിങ്ങനെ ഞാൻ സിംഗിൾ ആണ്, ക്രോണിക് ബാച്ചലറാണ്. ഓരോ ഇഷ്ടമല്ലേ ഓരോരുത്തർക്ക്, ഓരോ ഇഷ്ടമല്ലേ. അപ്പം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യാനും അതുപോലെ സ്പോർട്സിലൊക്കെ ഒത്തിരി ഇൻവോൾവ് ആകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. എപ്പോഴും കൂടുതലും യാത്രകളാണ്. ഞാൻ നോക്കിയറിയാം, ഞാൻ ഏറ്റവും കുറച്ച് വീഡിയോസ് വരാറുള്ളൂ. എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം വരും. കാര്യം ഇവരോടായിരിക്കുന്ന സമയം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഏത് യൂട്യൂബ് ചാനലിന്റെ ഫാൻ പിന്നെ ചായ കുടിക്കാനൊക്കെ പുള്ളി 100 കിലോമീറ്റർ ഒക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. അല്ല, ഞാൻ പുള്ളി വേറൊരു മനുഷ്യനാണ്, വേറൊരു ലോകത്തൊന്നും തിരക്ക് കൂടാ സിനിമയൊക്കെ കഴിഞ്ഞു. അല്ല, ഇവരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദാസപ്പന് കണ്ണപ്പൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു 5 കിലോളം കുറഞ്ഞു. 5 അല്ല, അതിൽ കൂടുതൽ കുറച്ചായിരുന്നു. പിന്നെ ഇപ്പൊ 5 കിലോ പിന്നെ കൂട്ടി ഞാൻ. അതുപോലെ ശ്രീ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ജിമ്മ് നിർത്തിയല്ല, കഴിച്ചു കൂടി. പ്രവീൺ ബ്രോ രാവിലെ 11 മണി വരെ കട്ടിലേക്ക് കിടന്ന് വർക്കൗട്ട്. അതല്ല സംഭവം, അതല്ല വർക്ക് ചെയ്തോണ്ടാണ് കിടക്കുന്നത്. പുള്ളി ഇപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ തുടങ്ങിയ സമയം പറഞ്ഞു 11 മണി ഞാൻ രാവിലെ എണീക്കുന്ന സമയം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഒരു പാട് ബിരിശണ. പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി, അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഉള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേടണം, കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം, വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിവിതകതേ, അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിവിതകതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി, അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കഥ പറയടി. അപ്പൊ സൈക്കോ അലയൻസിന്റെ ഇങ്ങനെ ഒരു ഓണം ഷോ വെക്കുമ്പം ചലഞ്ച് ഇല്ലാതെ എന്ത് ഓണം ആഘോഷം അല്ലേ? ചലഞ്ച് ഇല്ലാതെ എന്ത് ആഘോഷം? അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ചലഞ്ച്, ഓണസദ്യ ചലഞ്ച്, നമുക്ക് അതിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ ഓണസദ്യ മത്സരമാണ്. അങ്ങനെ നമ്മുടെ മത്സരത്തിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാമായ നമ്മുടെ ദാസപ്പൻ അളിയൻ. നിരവധി തീറ്റ മത്സരത്തിൽ വിജയിച്ച് പുള്ളിക്ക് എതിരാളികളില്ലാതായ ഏക വ്യക്തി ബിനീഷ് ബ്രോ. നിരവധി മത്സരത്തിൽ നമ്മുടെ സ്വന്തം കേടി അളിയൻ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഓണമായിട്ട് ഒരു കിടിലൻ സദ്യയാണ്. എനിക്ക് ചാനലുകളിൽ
പണ്ട് കണ്ടിട്ടുള്ള രീതിയിലുള്ള മത്സരമല്ല. നമ്മൾ വെറൈറ്റി കുറേ ന്യൂജൻ സ്റ്റൈലുള്ള ഒരു വെറൈറ്റി തീറ്റ മത്സരമാണ്. അതായത് നമ്മളെല്ലാം അപ്പോൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളെ കൂട്ടുകറി എല്ലാം ഉണ്ട്, ചോറുണ്ട്, പരിപ്പുണ്ട്, സാമ്പാർ, മോരുകറി, പായസം എല്ലാം ഉണ്ട്. എല്ലാം കഴിച്ച് പായസവും കുടിച്ച് ഇല ക്ലീൻ ആക്കുന്നതിനായിരിക്കും വിജയിക്കുന്നത് കേട്ടോ. സാർ കുളി ക്ലാസ് ഓക്കെ അല്ലേ? അതെ അതെ. എന്നാലും ഒരു വാശിയേറിയ മത്സരം തന്നെ ആയിരിക്കും. കാരണം പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ചോറിട്ടാൽ മാത്രം മതി, ആ സെക്കൻഡിനുള്ളിൽ റെഡിയാണ്, അപ്പം തീരും. അതെ അതെ. അപ്പോൾ പോയാലോ? റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ സൈക്കോളിയൻസിന്റെ സൈക്കോ ചലഞ്ച് തുടരുമ്പോൾ സൈക്കോളിയൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ആളുകൂടെ ഞാൻ എൻട്രി ചെയ്യിക്കുകയാണ്. ഒറ്റപ്പിടി ജോസ്. ഞങ്ങളുടെ ഈ ഓണസദ്യ മത്സരത്തിന്റെ ഒരു കിടിലൻ മത്സരാർത്ഥി നമ്മുടെ ജോസ്, ഒറ്റപ്പടി ജോസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ജോസ് എത്തിയിട്ടുണ്ട്. ജോസും ഈ പുള്ളി മത്സരിച്ച് കട്ടയ്ക്ക് കേട്ടോ. കട്ടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുന്നതാണ് കേരളത്തിൽ തന്നെയുള്ള ഏക 2 വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ സദ്യ മത്സരത്തിലെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് വിളമ്പി, പരിപ്പ് വിളമ്പി, സാമ്പാർ വിളമ്പി, മോര് വിളമ്പി, എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ടൈമില്ല ഇവർക്ക്. ചോറിട്ട് നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞ ഉടൻ തന്നെ ഒന്നെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, അതിനുള്ളിൽ ആരെങ്കിലും ഒരാൾ തീർക്കും. അതുകൊണ്ട് നമുക്ക് വിളമ്പാ സമയമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വേണേ പറയണം കേട്ടോ. വെള്ളം എന്തെങ്കിലും കറിയോ എന്തെങ്കിലും വേണേ പറയണം. മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റെഡിയല്ലേ? പോവാം. പോയാലോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. വേഗം ആവേശകരമായ മത്സരം. നമ്മുടെ കേടിയളിയൻ സൈക്കോളിയൻസിന്റെ മുത്ത് ആവേശകരമായി മുന്നേറുന്നു. തൊട്ടുപിറകെ കാവാലത്തിന്റെ മുത്ത് ഇല്ല, ജോസ്. ഒറ്റപ്പടി ജോസ് മുന്നേറുന്നു. ഒറ്റപ്പടി ജോസ് ആണോ അതോ ബിനീഷ് ബ്രോയ് ആണോ അതോ റാവുത്തർ ആണോ? റാവുത്തർ മോരും കൂട്ടിയടി. അവിടെ മോരും കൂട്ടി റാവുത്തർ മോരും കൂട്ടി പിടിക്കുന്നു. ബിനീഷ് ബ്രോ. അതെ, ബിനീഷ് ബ്രോ. കേടി ലീഡ് ചെയ്തു. കേടി ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് പായസം ഉണ്ട്. അപ്പൊ ഇല ക്ലീൻ ആവണം. കമോൺ. ഇല്ല, കേടി ഇന്ന് പുലിയൂർ പഞ്ചായത്തിന് നാളെ അവധിയാണ്. കേടിയാണ് ലീഡ് ചെയ്യുന്നത്. കേടി പഞ്ചായത്തിന് അവധി കൊടുത്തിരിക്കുകയാണ്. കേടി കമോൺ. ബിനീഷ് ബ്രോ. ഇല്ല, എല്ലാ തൊടുകറിയും കൂട്ടി ഒറ്റപ്പിടി. അതാണ് നമ്മുടെ റാവുത്തർ. ജോസ് ഇല്ല. ഒറ്റപ്പിടി ജോസ് ഇല്ല. ബിനീഷ് ബ്രോയും റാവുത്തർ തമ്മിൽ ഇഞ്ചോടിച്ച മത്സരം. ബിനീഷ് ബ്രോ ലീഡ് ചെയ്യുന്നു. ബിനീഷ് ബ്രോ പായസം കൊണ്ടോ? പായസം 2 തവി പായസം. ഇറക്കണം. ബിനീഷ് ബ്രോ ലീഡ് ചെയ്യുന്നു. ബിനീഷ് ബ്രോ കേടി ഹോട്ടലിലാണ് ഇപ്പോഴും. ഹോട്ടലിൽ വന്ന് കഴിക്കുന്നു. 80 രൂപ. ജോസേ പായസം തീർന്നു.
ഗംഭീരമായിരുന്നു ഇത്തവണത്തെ ഓണം കേട്ടോ. നിങ്ങളുടെ ഒപ്പമുള്ള ഓണം ഗംഭീരമായിരുന്നു. ചലഞ്ച് ഇത്രയും രസകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. അവിടെ ഒരാൾ ബാക്കിൽ നിൽക്കുന്നു. അപ്പൊ നോക്കൂ, അപ്പൊ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകണം. എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീത്തെ? അപ്പൊ സൈക്കോ അലയൻസിന്റെ സൈക്കോ ചലഞ്ചുകൾ അവസാനിക്കുന്നേ ഇല്ല. അത് നിങ്ങൾക്കൊപ്പം തുടരും. എന്തായാലും നമ്മുടെ ഈ ഓണ ആഘോഷം ഗംഭീരമാക്കി ഇവർക്ക് നന്ദി പറയണം. ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും പൂവുണ്ട്, പൂവിളിയുണ്ട്, പൊന്നെല്ലിൻ പായസമുണ്ട്, പൂത്തുമ്പിക്കൂട്ടവുമുണ്ട്, ഓണം പൊന്നോണം. നാക്കിലയിൽ സദ്യ വിളമ്പി നാടാകെ പൂക്കളമിട്ട് പുലിമേളം പായുന്നു ഓണം പൊടിപൂരം. പൂച്ചന്തം ചോക്കുന്നേ, പൂമുല്ല കെട്ടുന്നേ, പൊന്നൂഞ്ഞാൽ പാട്ടുണ്ട്, പൊന്നാടച്ചേലുണ്ട്.